ഗൈസ് ഇവിടെ ഫലക്ക് എന്താ ഇത് ആർക്ക് കാണിച്ചു കൊടുക്കാ ഫലക്കെ ബേബിക്ക് കാണിച്ചു കൊടുക്കാ ഇതാ ബേബിക്ക് ഫലക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ ആരെ ബേബിക്ക് ഇതാ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇവിടെ ഒറ്റക്കാണ് കണ്ടോ ആരില്ല ഇവിടെ ആരുമില്ല കേട്ടോ ഗൈസ് നോക്ക് ഞാൻ കുറച്ച് 2-3 ദിവസമായിട്ട് ഇവിടെ ഒറ്റക്കാണ് നിൽക്കുന്നത് പിന്നെ ഡാഡി മാത്രമല്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഗൈസ് ഇന്ന് നമ്മൾ ഒരു ടൂർ പോകാൻ വേണ്ടി പോകട്ടെ ഇന്നൊരു ട്രിപ്പാണ് പോകാൻ പോകണം അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലേ ഇവിടെ നിന്ന് നമ്മൾ ഹിബനെ കൂട്ടാൻ വേണ്ടി ഹിബൻ്റെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ യാരനുമായിട്ട് നമ്മൾ പോകുന്നതാണ് എങ്ങോട്ടാന്നൊക്കെ അല്ലേ നമ്മൾ പറയാം നമ്മുടെ യാരൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പായിട്ടത് ഇതുവരെ യാര ട്രിപ്പ് പോയിട്ടില്ല അതായത് ഒരു ലോങ് ട്രിപ്പ് പോയിട്ടില്ല അപ്പോൾ ഇതാണ് യാരൻ്റെ ഫസ്റ്റത്തെ ലോങ് ട്രിപ്പ് ഓ മൈ ഗോഡ് ഗേൾസ് അപ്പോൾ നോക്ക് ഇപ്പം തന്നെ എന്തൊക്കെയോ ഇത് ബംഗുവിൻ്റെ ഫയലാട്ടോ ബംഗുവിന് ഫയൽ കാണാമെന്നൊക്കെ പറഞ്ഞെടുത്താണ് പിന്നെ ഇതിൽ തേങ്ങയും കരിവേപ്പിൻ്റെയും പിന്നെ എൻ്റെ ഷൂ ഈ ഹിബൻ്റെ കുറച്ച് സാധനങ്ങളും കൂടിയും ഇതിൽ വരാണ്ട് പിന്നെ നമ്മൾ ഒറ്റക്കല്ല കേട്ടോ പോണേ നമ്മളിപ്പോൾ ഡാഡിയും ഉണ്ട് ഡാഡീനെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകണത് കേട്ടോ ഹിബനെ കൂട്ടിയ ശേഷം നമ്മൾ ഉമ്മനെയും ബംഗുവിനെയും പിന്നെ ക്യാമറമാനെയും എല്ലാവരും കൂട്ടും ഓക്കെ അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് എന്തായാലും കുറേ നേരമായി ഗൈസ് ഡാഡീനെ വെയിറ്റ് ചെയ്ത് എമ്മാരി പോസ്റ്റാണെന്നറിയാം എന്ത് ചെയ്യാനപ്പം മഴയൊക്കെ പെയ്ത് കോളാവും അതുവരെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഓക്കെ നമുക്ക് കൂട്ടാം നമുക്ക് വേഗം പോകാം ഗൈസ് അങ്ങനെ പോയി നമ്മൾ ഹിബൻ്റെ വീട്ടിലെത്താനായി പിന്നെ അപ്പം ഹിബ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുറേ നേരമായി പോസ്റ്റ് കൊടുത്തിട്ട് കേട്ടോ പിന്നെന്താ നമുക്ക് കൂടെ ഡാഡി ഉണ്ട് അതാ ഡാഡിൻ്റെ കൂടെ ഉണ്ട് പോണേ ഡാഡി ഒറ്റക്കായിരുന്നു വീട്ടില് മമ്മിയൊക്കെ അവിടെ ആയിരുന്നോണ്ടേ എറണാകുളത്ത് എല്ലാവരും ഉള്ളത് പിന്നെ നമുക്ക് ഹിബനെ കൂട്ടാട്ടോ ഹിബത്തെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തോന്നുന്നു ഗൈസ് അപ്പൊ നമ്മള് അതാരത് അവിടെ ഹിബത്ത് അവിടെ റെഡിയായി കുറെ നേരം ഇവിടെ നിക്കണം കേട്ടോ എടുത്ത് വെക്കല്ലേ എത്ര സാധനങ്ങളാണ് അതില് ഒരു ബാഗ് ഫുള്ള് ഫസ്കാക്കണ്ടേ ഫസ്കാക്ക് കള്ളിമുണ്ടൊക്കെ കൊടുക്കണ്ടേ എന്തൊക്കെ സാധനങ്ങളുള്ള ഫുള്ള് സാധനം ഒക്കെ ഫസ്കാക്കണ്ടേ എറണാകുളം പോവാണോ അതോ വേൾഡ് ട്രിപ്പ് പോവാണോ വെച്ചാൽ അതറിയില്ല നമുക്ക് നിറച്ച് സാധനം ഒരു സ്ഥലം ബാക്കിയില്ലാണ്ട് ഫുള്ള് സാധനം മനു മറ്റേ ആ സാധനം ഒട്ടിക്കുന്നുണ്ട് കേട്ടോ വിൻഡോയില് വെക്കണേ ഒന്നില് 2 ഉണ്ടാ 2 വിൻഡോയിൽ ഒട്ടിക്കാളൂ ആനെ 2 അപ്പൊ എത്ര ടോട്ടൽ അപ്പതാ മനുവങ്കിൾ ഇവിടെ ഒട്ടിച്ചോണ്ട് നിൽക്കാണ് അങ്ങനെ തന്നെ മതി നമ്മള് പോട്ടെ യോ പൊന്നി ഇവന്റെ പൊന്നല്ലേ ഇവന്റെ പൊന്നില്ലല്ലേ അപ്പൊ നാളെ ബൈ ബൈ റിയോ ബൈ റിയോ സെറ്റല്ലേ അയ്യാ മാറ്റി ഗൈസ് പോവല്ലേ ഹിബ അപ്പൊ പോവല്ലേ അല്ലേ ഓക്കെ ഗൈസ് നമ്മൾ എങ്ങോട്ടാ പോണെന്നൊക്കെ ഉള്ള പറഞ്ഞുതരാം യാരത് അവിടെ ബെഡിലൊക്കെ സെറ്റാക്കി യാരങ്ങ കാഴ്ച കണ്ട് കാണാണ് യാരാ യാരാ യാര മോളെ ആ യാര പുറത്തേക്ക് നോക്കിക്കാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല മഴയാണ് യെസ് നല്ല മഴയാണ് പുറത്തൊക്കെ നല്ല മഴയാണ് കുറച്ച് 5 അവർ എടുക്കാൻ മതിയാവും അടത്താന് പിന്നെ മെല്ലെ പോണുള്ളൂ ഇതാ ഉറങ്ങണ് ഓളെ സ്ഥലം സെറ്റായിട്ട് ഓൾ ഉറങ്ങാണ് കേട്ടോ കുറച്ചേരം കിടന്ന് പിന്നെ പെട്ടെന്ന് ഉറങ്ങി ഇതെന്താ സാധനം പ്രതിഷേധം അലോട്ട്മെന്റിൽ വന്നത് പിന്നെ 2,85,000 കുട്ടികൾക്ക് ഏറ്റവും അലോട്ട്മെന്റ് വേണം 1,00,000 സീറ്റുള്ളൂ ട്രയലിൽ തന്നെ അത്ര കിട്ടിയിട്ടുള്ളൂ അങ്ങനെ കോളേജ് എത്തി നമ്മള് അങ്ങനെ പോയി ഫസ്കാന്റെ കോളേജിൽ എത്തിയിട്ടുണ്ട് ഫസ്കാക്ക ഏത് കോളേജാ അത് യെസ് സ്ഥലം കണ്ടിട്ട് പറയാ ഫസ്കാക്ക ഏത് കോളേജിലാണ് പഠിച്ചത് പണ്ടത്തെ വേറെ സ്ഥലത്ത് പറ്റി പറയുന്ന ഹോട്ടൽ അതാ അയാളടുത്ത് പോകണ്ട ഫസ്കാക്കനെ അയാൾ പറ്റിക്കോടെ എന്താലേ ഹോസ്റ്റല് മെൻസ് ഹോസ്റ്റൽ അല്ലേ MH അല്ലേ ഫസ്കാക്ക
ഞാൻ കാണുന്നുണ്ട്. ആ അണ്ണല്ലേ മെൻസ് ഹോസ്റ്റൽ. The next day. ഹായ്, അപ്പൊ നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് എത്തിയില്ലേ? യെസ്. നോക്ക് ധാരാന്ന് ബേബി നല്ല ചിറ്റാണ്. ചിച്ച് കിടക്കാണ് കേട്ടോ. ഞാന് രാവിലെ കുളിച്ച് മാറ്റി കിടക്കാണ്. ഇപ്പൊ നമ്മളിവിടെ എല്ലാം പറഞ്ഞത് എറണാകുളം ഗൈസ്. അപ്പൊ നമ്മള് ഫലക്കിന്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. ഫലക്ക് ദീദി ഇപ്പൊ സ്കൂളിൽ പോയതാണ് അല്ലെ? ഫലക്ക് നമ്മള് ബേബിനെ കണ്ടിട്ടില്ല, മീറ്റ് ചെയ്തിട്ടില്ല അല്ലെ? അപ്പൊ വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം, ഫലക്കിനെ കൂടെ മീറ്റ് ചെയ്യിപ്പിക്കാം. പിന്നെ അത് മാത്രമല്ല, ഫലക്കിന് നാളെ മറ്റന്നാളായിട്ട് സ്കൂൾ തുറക്കാം. തിങ്കളാഴ്ച പുതിയ സ്കൂളിലേക്കൊക്കെ പോവാട്ടോ. അപ്പൊ അത് മാത്രമല്ല, പിന്നെ അതും മാത്രമല്ല, നമ്മൾ നാളെ വേറെ ട്രിപ്പും പോകുന്നുണ്ട്. അപ്പൊ ഒരു അടിപൊളി സംഭവം തന്നെയാണ് ഈ ആഴ്ച അല്ലേ? ഇപ്പൊ ആണ് ഫോട്ടോക്ക് പോസ്റ്റ്. അത് മാത്രല്ല, ഇത് ബംഗുവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ നാളെ അല്ലേ? അപ്പൊ ബംഗുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാരും നാളെ കാണാം അല്ലേ ഇവ? അപ്പൊ നമ്മളെ ബംഗു എല്ലാരും ഇവിടെ ആണുള്ളത്. ബംഗു അവിടെ എന്തോ വർക്ക് ചെയ്യാണ് തോന്നുന്നു അല്ലേ ബംഗു? എന്താ റെഡി? ബംഗുവിന്റെ ബുക്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ബംഗുവിന്റെ ബുക്കാണ്. പഠിക്കുന്നൊന്നുമില്ല. എപ്പോഴാ എൻട്രൻസ് എക്സാം എവിടെ കിട്ടിയത്? അത് കേക്കട്ടെ. സെന്റർ ഏതാ ഗൈസ്? ഇവൻ കോഴിക്കോടാട്ടോ സെന്റർ കൊടുത്തത്. ഇവനിക്ക് കിട്ടിയത് ആലുവയിലാ കിട്ടിയത്. കോഴിക്കോട് മുതൽ ആലുവ വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? അതും ഈ മഴക്കാലത്ത് ഇവര് കൊടുത്ത സെന്ററാണ്. കോഴിക്കോട് കിട്ടണം ശരിക്കും, അല്ലെങ്കിൽ കോഴിക്കോടിന്റെ റീജിയനിലെങ്കിലും കൊടുക്കണം. ഇത് ആലുവ എന്നൊക്കെ പറഞ്ഞാൽ വെരി ബാഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ക്യാമറമാനും കൂടെ ഉണ്ട്. These shirtless guys working അല്ലേ? Looks like a homeless. Even though it's a shirtless look, we can. എടാ ഇവൻ എന്താണ്ടാ? ഇതെന്താണ്ടാ? സോയാബീനോ കോൺഫ്ലേക്സോ? ഇവൻ ആരാടാ കോൺഫ്ലേക്സ് ഒക്കെ തിന്നാനല്ലേ? ബംഗൊക്കെ വറുത്താക്കി ചായയാണ് കുടിയത്. ചേക്കൻ കോൺഫ്ലേക്സ് ഒക്കെ ഹിബതപ്പോണ്ട്. നാളെ ബംഗുവിന്റെ ബർത്ത്ഡേ ആണ്. കൊച്ചു കള്ള, നമുക്ക് ആഘോഷിക്കണ്ടേ? ഇന്നാണ് ബർത്ത്ഡേ, ബംഗുവിന്റെ ബർത്ത്ഡേ. ഇന്നപ്പൊ എല്ലാരും വിഷ് ചെയ്തോ? വിഷ് ചെയ്യാ, വിഷ്. ഹാപ്പി ബർത്ത്ഡേ ബംഗോ, ഹാപ്പി ബർത്ത്ഡേ ബംഗോ. ഇവിടെ ഫലക്ക് എന്താ? ഇത് ആർക്ക് കാണിച്ചു കൊടുക്കാ? ഫലക്കെ ബേബിക്ക് കാണിച്ചു കൊടുക്കാ? ബേബിക്ക് ഫലക്ക് കാണിച്ചു കൊടുക്കാ കേട്ടോ. ആരെ ബേബിക്ക്? ഫലക്ക് ദീദി ഇത് ആരെ ബേബിക്ക് കാണിച്ചു കൊടുക്കാം. ഇതവിടെ ഒരു പേൻ നോക്കുന്നുണ്ട് ഹിബ അല്ലേ? അടിപൊളി പേൻ നോക്കി കൊടുക്കാണ് ഹിബ ഫലക്കിന്. ഫലക്കിന് എപ്പോഴാണ് സ്കൂൾ തുറക്കണേ? നാളെ ഗൈസ്. നാളെ ഫലക്കിന് സ്കൂൾ തുറക്കാണ്. വയലിട്ട് കളിക്കാട്ടാ. മമ്മി ഇതാ നിസ്കരിക്കാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ ഹിബ? ഓക്കെ, ഞാൻ അന്നാൻ വേണ്ടി പ്രാർത്ഥിക്കായിരിക്കല്ലേ? എന്താ കേടാക്കണേ? എന്നാ ഫലക്കിന് ഞാൻ അംബ്രല്ല വാങ്ങാല്ലേ നമുക്ക് ഗൈസ്? അപ്പൊ ഫലക്കിന് വേണ്ടിട്ട് നമ്മള് കുറച്ച് സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ സ്പോൺസർ ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ? ഓക്കെ, സ്കൂളിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചാലോ? നമുക്ക് എല്ലാവർക്കും കൂടി പോയി മേടിച്ചാലോ ഫലക്കെ? എന്നാ മേടിച്ചല്ല. ഡോള് ഇതിലേക്ക് നോക്കുന്നില്ല. മേടിക്കണ്ടേ? നിനക്ക് മേടിച്ച് തരട്ടെ? സ്കൂളിലേക്കുള്ള ബാഗും പിന്നെ ഇത് മേടിച്ച് തരട്ടെ? അംബ്രല്ല മേടിച്ച് തരട്ടെ ഞാന്? ഓക്കെ ആണെന്നാ പറഞ്ഞത്. പിന്നെ ഇവിടെ രണ്ട് ഗൈസ് ഇരിക്കുന്നുണ്ട്. ബർത്ത്ഡേ ബോയ് ഇവിടെ ഉണ്ട് കേട്ടോ. ബർത്ത്ഡേ മറ്റേ കേക്ക് നമുക്ക് നാളെ ആഘോഷിക്കാം അല്ലേ? ചെക്കൻ ആഘോഷിക്കാം ഗൈസ്. ബംഗുവിന്റെ ബർത്ത്ഡേ ബംഗു പറയാം നമുക്ക് റിസോർട്ടിൽ പോയിട്ട് ആഘോഷിക്കണം എന്നാണ് ബംഗു പറഞ്ഞത് അല്ലേ? റിസോർട്ടിൽ പോയി ആഘോഷിക്കാൻ ഈ ആരാ? ദീപ്തി സദ്യോ അല്ലേ? താൻ ആരാടോ? അത് മാത്രല്ല ഗൈസ്, ബംഗുവിന് പ്രായപൂർത്തിയായി അല്ലേ? പ്രായപൂർത്തിയായിരിക്കുകയാണ്. എന്താണ് ഇവന് ആദ്യം പ്രായപൂർത്തി ആയതാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്നാലും സാരില്ല, ഇന്നാണ് ഒഫീഷ്യൽ പ്രായപൂർത്തിയാണ് ഇന്നായിട്ടുള്ള നമ്മളെ ബംഗുവിന്. അപ്പൊ എല്ലാരും ബംഗുവിനെ പ്രായപൂർത്തി ആയതിന് എല്ലാരും വിഷ് ചെയ്യാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്താൽ മതി, വേറെ വൃത്തിയോടൊന്നും വിഷ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നല്ല ചോറാണ് മമ്മി ഉണ്ടാക്കിയ, അടിപൊളി. ഇത് മമ്മിയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ള കറിയാട്ടോ. മുരിങ്ങാക്കോൽ ആൻഡ് മാങ്ങ കേട്ടോ. മാങ്ങയും മുരിങ്ങാക്കോലും ഉള്ള ഒരു കിടിലൻ കറിയാണിത്. നല്ല ടേസ്റ്റാ. കുറച്ച് കൂട്ടി വെക്കാം. പിന്നെ ബീഫുണ്ട്. ഇത് എരുന്താട്ടോ, എരുന്താണ്. പിന്നെ ഇത് കേബേജ്. എരുന്തിന് എന്താണ് നിങ്ങൾ പറയാന്നുള്ള കമന്റ് ചെയ്യാം. നമ്മളവിടെ എരുന്ത് എന്നാ പറയാം. ചിപ്പി എന്ന് പറയില്ലേ? ഓക്കെ ഗൈസ്,
ചിപ്പിനെ സാധാരണ ആറ്റുകാൽപ്പൊങ്കാലൊക്കെ കാണാറുള്ളത്. ഇത് വേറെ ചിപ്പി കേട്ടോ, അത് വേറെ ചിപ്പി. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഫലക്കിൻ്റെ വീട്ടിൻ്റെ മേലെ കയറിയിരിക്കുക കേട്ടോ. 0.5 കാണിച്ചു കൊടുക്കടാ. എങ്ങനെയുണ്ട് അവിടെയൊക്കെ നോക്കൊരു ക്ലബ്ബൊക്കെ അടിപൊളിയല്ലേ? അപ്പോൾ ആരൊക്കെ ഇങ്ങനെ ഇവൾക്ക് ഭയങ്കര സീൻ. എന്താന്ന് ഇവളോട് തന്നെ ചോദിച്ചു നോക്കാം. ആ യാരൻ്റെ പ്രശ്നം എന്താ? ഞാനിങ്ങനെ കിടന്നിട്ട് എനിക്ക് ഫാന് മാത്രമേ കാണുന്നുള്ളൂ, പുറത്തൊന്നും കാണുന്നില്ല. ഐ ഹേറ്റ് യു പപ്പ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാ. നോക്ക് ഇവിടെ ആകുമ്പോൾ നല്ല സീനറി ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ആരെ വർത്തനം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഫലക്കിന് ഒരു സ്കൂളിലേക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിന് വേണ്ടി കച്ചറുണ്ടാക്കുകയാണ്. നമുക്ക് പോയി മേടിച്ചു കൊടുക്കാം അല്ലേ? നമ്മളെ കൂടെ ബംഗുബായി ഉണ്ട് അല്ലേ? നമ്മൾ ഗൈസ് ഇതാ ചെറിയ മാമൻ്റെ ചെറിയ എളാപ്പ ഏറ്റവും ചെറിയ എളാപ്പ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഹിബിയും ഫലക്കും യാരിയോ എല്ലാവരും ഉണ്ട് അല്ലേ ഇവ? യാ കമോൺ. അപ്പം നമുക്ക് എന്തും അങ്ങനെ പോണ ഫലക്കെ പറഞ്ഞു കൊടുക്ക്. അംബ്രല്ല അങ്ങനെ പോണത് അല്ലേ? പക്ഷെ അത് നല്ല യൂസ്ഫുള്ളാ. ആരും എറണാകുളം ഇഷ്ടമായോ? ഏതാ സാധനം അന്നെ പിടിച്ചാ തെങ്ങിന്റെ ഉള്ളോട്ട് ഇട്ടെ. തെങ്ങിന്റെ ഉള്ളിലോട്ട് പോവാ നമുക്ക് ഗൈസ്. അപ്പൊ എല്ലാരും കൂടി പോവാട്ടോ. ഒരു കുട മേടിക്കാനാ പോണത് അല്ലെ? എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ ഫലക്ക് പറഞ്ഞു ചായ ചായ കാപ്പി കാപ്പി പറയും. ചായ ചായ ശരി. ചായ ചായ കാപ്പി കാപ്പി കാപ്പി. ഫലക്ക് ഇന്നെന്താ ഇനി എപ്പോഴാ അതിന്റെ പുതിയ സ്കൂൾ ഓർക്കണേ? പുതിയ സ്കൂൾ എപ്പോഴാ ഓർക്കണേ? പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും. പറഞ്ഞു കൊടുക്കുക എപ്പോഴാണ്? മൺഡേ ആണ് കേട്ടോ നമ്മളെ ഫലക്കിന്റെ സ്കൂൾ ഓർക്കണം. അപ്പൊ എല്ലാരും എങ്ങോട്ടാ ഫലക്ക് എങ്ങോട്ടാ പറയും? ഓളെ നാട് ഓൾക്ക് ഇവിടെ ഉള്ള എല്ലാ സ്ഥലങ്ങളും അറിയാം അല്ലേ? ഗൈസ് ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ പൊന്തുന്ന സ്ഥലം കേട്ടോ. ഈ സ്ഥലം നോക്ക്. ഈ സ്ഥലം ഫുള്ള് വെള്ളമായിരുന്നു പറഞ്ഞത് 2 ദിവസം മുന്നേ. പക്ഷെ നല്ല ഫുള്ള് വയലാണ്. കൊച്ചിന്റെ തണ്ണീർത്തടങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ അല്ലേ ഫലക്കെ? ഫലക്കിന് എന്തോ അങ്ങനെ നമ്മള് പോണേ. എന്തൊക്കെ നമുക്ക് വേണ്ടിയത് പറ കേക്കട്ടെ. പിന്നെന്താ ഉണ്ട്? ഫലക്കിന്റെ എന്താണ് നോക്കാം. പറി ഒരു മുട്ടായി. ഇനി അടുത്ത പറ. ഇനി ഏതാ? ക്യാമറമാനെ ബാഗ് മേടിച്ചെടുത്ത്. ഇലു എന്താന്ന് മേടിച്ചെടുക്കാതെ? ഇലുന്റെ പൈസ ഉണ്ടല്ലോ നമ്മളെല്ലാരും തന്നല്ലേ? 1000 രൂപ. ഇവ 1000 രൂപ കൊടുത്ത് ഞാൻ 1000 രൂപ. പിന്നെ ഈ എന്താ ചെയ്തേ? വിനീത് ശ്രീനിവാസന്റെ പടം കണ്ട? അത് പോവും. എന്താണ് ബൈക്ക് പഠിക്കുന്ന ആൾക്കാർ എവിടെ? ഓ ഈ ഗ്രൗണ്ടിലാ? അത് ശരിതാ. ഇവിടെ ഒരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ. അപ്പൊ മന്ത്രി കെ ബി ഗണേഷ് ഡ്രൈവിംഗ് ഒക്കെ എന്തൊക്കെ ആക്കി വെച്ചെന്നൊക്കെ പറഞ്ഞതൊക്കെ ചെയ്യണ്ട. പക്ഷെ അതൊക്കെ നല്ലതിനാന്ന് എനിക്ക് പറയാനുള്ളത്. ഈ ലൈസൻസ് എടുത്തില്ലേ? നമ്മളെ കൂട്ടത്തിൽ ഈ ബംഗു ആണുള്ളത്. യെസ്, അത് നന്നായി. അങ്ങനെ തന്നെ വേണം. എന്താണ് എവിടെ ഫുട്ബോളല്ലേ? എല്ലാം അറിയാം. ഗൈസ് ഇവിടത്തെ ടൂർ ഗൈഡ് ആയിട്ടോ. ഇവിടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ സമീപിച്ചാൽ മതി. ഇവിടത്തെ ഫുട്ബോൾ എല്ലാം ഓള് കാണിച്ചു തരും അല്ലേ? അതൊക്കെ സൂപ്പർ തന്നെ. ഈ സ്ഥലത്തിന്റെ പേരെന്താ ഫലക്കെ പറഞ്ഞു? കാക്കനാട്. ഗൈസ് കാക്കനാട് എന്നാണ് സ്ഥലത്തിന്റെ പേര് അല്ലേ? ആ ഫലക്കിന്റെ പപ്പക്ക് എന്താ ജോലി പറഞ്ഞു? ഓഫീസിൽ പോയിരിക്ക. അതാ ജോലി. മമ്മന്റെ ജോലി എന്താ? അതും ഓഫീസ്. 2 ഓഫീസുകാരായിട്ടുള്ള. അടിപൊളി. ഓഫീസ് റൂമിലായിരിക്കില്ല അവിടെ ഇരിക്കല്ലോ ഇവര് അല്ലേ? ഫലക്കെ ഓരോ ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് നല്ല ചില്ലിങ്ങാന്നാ പറഞ്ഞത്. അതാണ് അവള് പറഞ്ഞത്. അപ്പൊ എല്ലാരും കൂടി ഇതാ പോവാണ് കേട്ടോ. ഫലക്കെ എന്താണ് വാങ്ങേണ്ടത്? മെല്ലെ 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 ഓടരുത് കേട്ടോ. ആ ബേബിനതാ 2 എളാപ്പന്മാരാ നോക്കണത്. ബംഗുന്റെ ബർത്ത്ഡേ ആണ്. ഇവിടെ നിന്ന് വല്ല ടോയ്സും വാങ്ങി തരാം അല്ലേ? ഇസോ ബംഗുന് വല്ല ടോയ്സും മേടിച്ചു കൊടുക്കാം അല്ലേ?
ഏതാ വേണ്ടിയേ? വേണ്ട തുടങ്ങി മക്കളെ. വൈമെന്നൊരു ബബിളും കിട്ടിക്കണ്. അത് കൈ പിടിച്ചല്ല വരണേ. എവിടെ കയ്യിലുള്ള ബബിള്? അത് അവിടെ വെച്ച്. കൊട ഏതാ വേണ്ടിയേ? അല്ലെങ്കിൽ കൊട എത്ര തോന്നെ കൊട ഉണ്ട്. അതിൽ ഏത് ടൈപ്പാ വേണ്ടിയ? ഏത് കളറാ? ഇത് മതിയോ? എടുക്കാം. ഈ കൊട മതിയോ പലക്ക്? ഇത് മതിയോ? ഏതാ വേണ്ടിയേ? ഓള് നോക്കട്ടെ. ഇതാണോ? ആ കളർ ചേഞ്ച് ഓൾക്ക് ഇതാ വേണ്ടിയാന്ന് പറഞ്ഞത്. ഇതൊന്ന് നോക്കിയേ. ഓ ഗൈസ്, ഹിബക്ക് മറ്റേ ഫാൻസി ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ അല്ലേ? ആ കൊടി ഓൾക്ക് കാണിച്ചു കൊടുത്തോക്കെ. ഇതെങ്ങനെയുണ്ട്? എന്താണ്? ഓ ഇതില് വിസലുണ്ട് എന്നല്ലേ പറഞ്ഞേ? നോക്കട്ടെ. ഇത് പ്ലാസ്റ്റിക്കാ? ശരി. ഇത് എന്താ റേറ്റ്? എന്താ ഏതാ വേണ്ടി പലിക്കിന്? ഇത് മതിയോ? ഇത് മതി? ഏതാ വേണ്ടിയേ? ബബിൾ ഇല്ലേ? അത് ഞാൻ വാങ്ങി തരാം കേട്ടോ. കൊട ഇതെടുക്ക കൊട അല്ലേ? എന്നാ വാ. അവൾക്ക് കൊട ഇല്ല പറയാം. വേറെ ഡിസൈൻ നോക്കണോ പലക്കെ? ഇത് ഏത് ഡിസൈൻ അപ്പൊ നമുക്ക് തന്നത്? ഇത് മതി. ഇതല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു സാധാരണ ഏതാ? ഇനി വേറെ എന്തേ വേണം നമുക്ക്? നമ്മള് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകും. അതിന്റെ മുന്നേ നമുക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. ഊത് പുറത്തേക്ക് ഊത്. പുറത്തേക്ക് ഊത്. അങ്ങനല്ല. ഇവിടെ ആ ന്യൂത് ഓക്കെ. വേണ്ട. ഇതാന്റെ കൊട ഇയ്യന്നെ പിടിച്ചോ. വിസലടിച്ചോ. അത് പൂരണ്ട. മഴ ഞാൻ പിടിക്കാം. ഓക്കെ. അതായിട്ടില്ല. പുറത്തിറങ്ങിട്ട് കേട്ടോ. ഇവിടെ ഫലക്കിന്റെ ഷോപ്പിങ്ങിൽ വന്നിട്ട് ഇപ്പൊ ഹിബാണ് ഷോപ്പ് ചെയ്യുന്നത് കേട്ടോ. പോസ്റ്റ് അല്ലേ? ഇതാണ് ഞാൻ എപ്പോഴും അനുഭവിക്കല്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നാഗവല്ലി ആഭരണങ്ങൾ കണ്ട അങ്ങനെ ഉണ്ടാവും. അതേപോലെ അല്ലേ കാണാന്? ഓക്കെ. ഫലക്കിന് പുതിയ കോട കൊറേ ദിവസം ഞാൻ പിടിക്കാം. പച്ച പിടിച്ച കോട എടുക്കാം. വാവ്. ഇങ്ങോട്ട് ഊത്. എടാ മേലോട്ടാക്കി ഊത്. ഇത് കിട്ടിയില്ലേ? അത് വേറെ കൊട. ഇത് മതിയില്ലേ? ഇതും ഗ്രീൻ. ഓക്കെ. ഇത് മതി. സെറ്റ്. എന്നാ പോവാ. തല്ലാണ് എന്തൊക്കെയോ അതും ഇതും പറഞ്ഞ അടി കിട്ടിയ ഫലക്ക് എല്ലാം കിട്ടിയില്ലേ? ഹാപ്പി ആയില്ലേ? ഓക്കെ. ബിബി ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ ഫലക്ക്? ഹാപ്പി അല്ലേ? ബബിള് കൊണ്ട് ഓടുന്നു വീട്ടിൽ പോയിട്ട്. ക്യാമറമാന്റെ കൂടെ കേട്ടോ. ഫലക്കിന്റെ കൂടെ പച്ചി എടുത്ത് മഴ പപ്പിക്കൂടാ. മത്തായി വെയിറ്റോ? എന്താണിത്? What the hell യാർ? വിസലടിക്കട്ടെ. പച്ച വിസലടിക്കട്ടെ. ഇതൊക്കെ ഇരുന്ന് ഇന്നത്തെ വിശേഷം. നല്ല ബംഗു. ഇനി നാളെ ബംഗുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാരും വിഷ് ചെയ്യാട്ടോ. അപ്പം ഫലക്ക് ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി. അതിനിടെ കൂടെ എന്തൊക്കെ കുത്തി കയറ്റിക്കുന്ന തലയിലൊക്കെ. വെയ്യൊന്നില്ലേ തീരെ? ഇല്ല, എനിക്ക് വയ്യ, ഭയങ്കര വയ്യായിക. എന്തേ വയ്യ അവാർഡ് ഉണ്ട് നമുക്ക്. ഓക്കെ. അപ്പൊ ഇതായിരുന്നത് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവരും നല്ല ടയേർഡാണ് അല്ലേ? അപ്പൊ നാളെ മുതലായിട്ട് ഞാൻ അഡ്വഞ്ചർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കാം. നമ്മൾ മറ്റു വീഡിയോസ് ആയിരിക്കും. ബൈ ബൈ.